ഈ ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ബെറ്റർ സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ വേൾഡ് വൈഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ പേരൻസ് ഇടയ്ക്ക് ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫീസ് കുറവുള്ളതുകൊണ്ട് അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറവാണോ, അവിടെ പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണോ എന്നിങ്ങനെയുള്ള ചില കൺസേൺസ് റേസ് ചെയ്യാറുണ്ട്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയും അവരവരുടെ ഫീസ് സ്ട്രക്ചർ അവരുടെ പല ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ്. നമ്മളുടെ നാട്ടിലെ ഇന്ത്യയിലെ ഇപ്പോൾ പല IHM അല്ലെങ്കിൽ IIT വളരെ ഹൈ റാങ്കിങ്ങിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്കാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കാണ് പൊതുവേ നമ്മളുടെ ഇവിടെ നിന്നുള്ള അഡ്മിഷൻസ് എല്ലാം ചെയ്ത് സ്റ്റുഡൻസ് പോകുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റാങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട ഒരു കാര്യവും ഇതിൽ വരുന്നില്ല. പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ ഒരു കുറച്ചും കൂടെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എക്സ്പെൻസസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് സ്റ്റുഡൻസിന് അതിൻ്റേതായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടി, ബാക്കിയുള്ള എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയുള്ള എക്സ്പെൻസസ് കാര്യങ്ങളെല്ലാം അതിനൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കോഴ്സിൻ്റെ ഹെഡായിട്ട് വരുന്നവർ പലപ്പോഴും PhD ഹോൾഡേഴ്സോ അല്ലെങ്കിൽ വളരെ ഹൈ റാങ്കിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഓരോ മൊഡ്യൂളും ചിലപ്പോൾ ഒരാൾ ഒന്നോ രണ്ടോ മൊഡ്യൂളായിരിക്കും ചിലപ്പോൾ ഒരു സെമിസ്റ്ററിൽ എടുക്കുക. ഈ സെമിസ്റ്റർ എടുക്കാൻ വേണ്ടി ഇവർക്ക് ഇവരുടേതായ ഒരു ചാർജസ് ഉണ്ടാവും. അപ്പം അവർ അതിനെ എങ്ങനെ ചാർജ് ചെയ്യണോ എന്നുള്ളതും അതിലൊരു ഫാക്ടറാണ്. ചിലപ്പോൾ ഇപ്പോൾ UK നമുക്ക് 1 year മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവർക്ക് 8 മെയിൻ മൊഡ്യൂൾസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 8 സബ്ജക്ട്സ് ആണ് അവർക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. ഈ 8 സബ്ജക്ട്സും എടുക്കാൻ വേണ്ടി വരുന്ന ലെക്ചേഴ്സ് അവർ എടുക്കുന്ന സബ്ജക്ട്സിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷനും അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ഫീ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിൻ്റെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും യൂണിവേഴ്സിറ്റീസ് സ്കോളർഷിപ്പ് കൊടുക്കുക. ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഒരു ഡീമെറിറ്റോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി മോശമായതുകൊണ്ടല്ല കൊടുക്കുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ മെറിറ്റ്, ആ സ്റ്റുഡൻറ്റിന് ആ മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ആ സ്കോളർഷിപ്പ് ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പല ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും അവർ ഒരു പർട്ടിക്കുലർ കോഴ്സിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ പലപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട്സ് സപ്പോർട്ടീവായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടിനെ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഫീസോ കാര്യങ്ങളിൽ നിന്നാണ് റിഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അതൊരു ബെനിഫിറ്റായിട്ട് തരുന്നത്. അപ്പം ഒരിക്കലും ഒരു ഫീസ് വെച്ചിട്ട് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ അളക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ, അതേപോലെ ഗവൺമെൻറ് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ കോഴ്സിന് ഫണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പെൻസസും കാര്യങ്ങളും. പിന്നെ ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ വേറെ ചില യൂണിവേഴ്സിറ്റീസ് ആ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസിൽ തന്നെ തരാവുന്ന ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യാൻ, മറ്റുള്ള സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ജിമ്മ്, അങ്ങനെയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം ചിലപ്പോൾ ഈ ഫീസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ചിലപ്പോൾ ഈ ഫീസ് കൂടിയ യൂണിവേഴ്സിറ്റികളിൽ ചിലപ്പോൾ മറ്റവർക്ക് ആ ഒരു ഫെസിലിറ്റിയെ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അപ്പം അതൊന്നും ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് യൂണിവേഴ്സിറ്റിയുടെ പല ക്രൈറ്റീരിയാസും വരുന്നത് അനുസരിച്ചിട്ടാണ് അവരിത് ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കമ്പനികളുടെ ഗുഡ് വിൽ എന്നൊക്കെ പറയുന്നതിന് ഒരു സർട്ടൻ എമൗണ്ട് കമ്പനി എപ്പോഴും നീക്കി വെക്കാറുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ടാവും. അതുപോലെ തന്നെയാണ് ആ കമ്പനി ചിലപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് ഒരു ഇത്ര വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു റെപ്യൂട്ടേഷനും അവരുടെ ഒരു ഗുഡ് വില്ലും അവരുടെ ഒരു പേരും അതിന് തന്നെ അവരൊരു പർട്ടിക്കുലർ എമൗണ്ട് ചിലപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എന്ന് വെച്ച് മറ്റൊരു യൂണിവേഴ്സിറ്റി അവരുടെ കരിക്കുലം മോശമാണ് എന്നല്ല. ചിലപ്പോൾ അത് ഒരു യങ് യൂണിവേഴ്സിറ്റി ആയിരിക്കും, അപ്കമ്മിങ് ആയിരിക്കും, ചിലപ്പോൾ മേബി 50-60 ഇയേഴ്സ് പഴക്കേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ക്വാളിറ്റി മോശമാവണം എന്ന് ഒരു നിർബന്ധവുമില്ല.
ഓൾമോസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുന്നത് തന്നെ അവിടുത്തെ റെഗുലേഷൻസ് വെച്ചിട്ടുള്ള അവരുടെ റെഗുലേഷൻസ് മീറ്റ് ചെയ്യുന്ന, അവിടുത്തെ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് മീറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ സ്പോൺസർഷിപ്പ് ലൈസൻസ് പോലും കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു സ്റ്റുഡൻറ് വിസ എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്പോൺസർഷിപ്പ് ലൈസൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ സ്പോൺസർഷിപ്പ് ലൈസൻസ് കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ അവിടുത്തെ ഗവൺമെന്റ്സ് ഈ ഒരു പ്രൊവിഷൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് മീറ്റ് ചെയ്യുന്ന, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. ഫീസ് കുറവാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് മേക്ക് യൂസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുള്ളൂ. സോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള മറ്റെന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ January 2025 അഡ്മിഷൻസ് ഓപ്പൺ ആണ്. സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.